ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭാർഗവൻ. അപ്പോൾ നമ്മൾ ഇന്ന് കയറിയിരിക്കുന്ന ഈഗിൾ 2.0ൻ്റെ സെർവറിലാണ്. RSൻ്റെ സ്വന്തം സെർവറാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കളിക്കാൻ തീരുമാനമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ തീരുമാനിച്ചപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ചെറിയ സീരീസ് അതിനകത്ത് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശമൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുക. പിന്നെ ഫുൾ സപ്പോർട്ട്, ലൈക്ക് അടിക്കുക, കമൻറ്റൊക്കെ ഇട്ട് പവറൊക്കെ വെച്ച്. പിന്നെ സബ് ചെയ്യുക, എന്തായാലും മറക്കാൻ പാടില്ല. സബ് നമുക്ക് കയറ്റി കൊണ്ടുപോകണം. സെറ്റാക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനി ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് സെറ്റാക്കാം വീഡിയോ. പിന്നെ എല്ലാവരും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും കളിച്ചു തുടങ്ങാം. മരം വെട്ടാൻ പോയിട്ട്, മരം വെട്ടുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പിങ് വല്ലതും ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിങ് അടിക്കുക അങ്ങനെ എന്തെങ്കിലും എന്തോ ഇവിടെ തകരാറ് പോലൊക്കെ തോന്നുന്നുണ്ട്. മൈൻഡ് ആക്കണ്ട, നമുക്ക് എന്തായാലും സെറ്റാക്കാം. മരം വെട്ടട്ടോ. എന്തായാലും മരം ഇരിക്കുന്നു. പൊട്ടെ അയ്യോ, എന്തോടെ ആരാ? മറ്റേ വില്ലേജേഴ്സ് ആണല്ലോ, ക്യാപ്റ്റൻ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ മതി. പാടായിട്ട് തിരിച്ചു വരാം. തൽക്കാലം ഇവിടെ തന്നെ മരം വെട്ടിക്കൊണ്ട്. ഇപ്പോൾ കുറച്ച് മരം വെട്ടിയിടല്ലോ. അപ്പോൾ കുറച്ച് തടി വെട്ടിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ലേബിൾ ഉണ്ടാക്കി പെട്ടെന്ന് വുഡൻ ടൂൾസിലേക്ക് മാറാം. വുഡൻ ടൂൾസ് പിന്നെ നമുക്ക് സ്റ്റോണേജൊക്കെ ആക്കണം. ആദ്യം വന്ന 2 സ്റ്റിക്ക് ഉണ്ടാക്കി, സ്റ്റിക്ക് ഒരു 6 ഉണ്ടാക്കി, 8 ഉണ്ടാക്കി, ഒരു പിക്കാക്സ് ഉണ്ടാക്കി. ഞാൻ പെട്ടെന്ന് പോയിട്ട് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്തിട്ട് തരാം, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ സ്റ്റോണേജൊക്കെ ആയി വന്നപ്പോൾ എൻ്റെ പാതിരാത്രി ആയിക്കണ്. ഇപ്പം മോവൊക്കെ ഇപ്പോൾ സ്പോണൊക്കെ അതിനാണെങ്കിൽ ഒരു ഫുഡും ഇല്ല, ഒരു ബെഡ് പോലും ഇല്ല കിടക്കാൻ വേണ്ടി. പെട്ടെന്ന് സ്റ്റോണിൻ്റെ ടൂൾസും കൂടെ ഉണ്ടാക്കി പെട്ടെന്ന് നാട് കിടക്കാം. ആക്സും കൂടെ റെഡി അപ്പം ക്രാഫ്റ്റിൽ പൊട്ടിച്ച് പൈസ നമുക്ക് അങ്ങോട്ടും പോയി നോക്കാം. ഇവിടെ ഒന്നുമില്ല കാണാൻ. ഇവിടെ എന്താ കോഴി പിടിക്കുക. എന്താ മോനെ നിൽക്കട. 1, 2 തൂവൽ പറിച്ചാൽ മതി. തൂവലെന്ന് പറഞ്ഞപ്പോൾ ഇതേ ഇരിക്കുന്നു പച്ചപ്പുൽച്ചാടി മുമ്പിൽ. പച്ചപ്പുൽച്ചാടി ഇറങ്ങിപ്പോടാ, പച്ചപ്പുൽച്ചാടിയോ. ഓക്കെ, ഇപ്പോൾ പച്ചപ്പുൽച്ചാടി അടികൊണ്ട് ചത്തേനെ. അവിടെ വരുന്നു. അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അണ്ണ കുറച്ച് ഇറച്ചി വന്ന നല്ല ഇറച്ചി കിട്ടി. നമുക്ക് നേരം മുമ്പോട്ട് നമുക്ക് ചാടി ഇങ്ങോട്ടേക്ക് നടന്നു പോയി. എൻ്റെ ചിണ്ടമ്മോനെ അപ്പുറമൊക്കെ പച്ചപ്പുൽച്ചാടിയാണല്ലോ. അയ്യോ, ചത്തി തോട്ടിക്കാം. ആറുമോറിലൊരു തേങ്ങയില്ല, ഫുഡും ഇല്ലാതെ ഇപ്പം ചാവെന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ട് ഓടി നോക്കാം. എവിടേക്ക് എത്തിയാലോ, ഭൂമി വരണ്ടല്ലേ, കടത്തിൻ്റെ ഇടയിലേക്ക് എത്തും. എന്നിട്ടിപ്പോൾ അവർക്ക് സോംബിയുടെ ഓടി വന്ന് സ്ലീപ്പ് ചെയ്യാൻ പറയുന്നു. ഞാൻ തന്നെ കുറച്ച് ഒന്ന് സെറ്റായിട്ട് നേരം വെളുത്തിട്ട് നിങ്ങളെ കണ്ടു. വഴിക്കാവൂല, നേരം വെളുക്കുന്നില്ല ഗൈസ്. കുറേ നേരം നോക്കുന്നു. എൻ്റെ ഫുഡും കഴിഞ്ഞിക്ക് ഓടാനും വയ്യ. അയ്യോ, ചത്തി ഞാൻ ഇപ്പം എന്തിനാ അതിൻ്റെ ഇടയിൽ ഒന്ന് കയറി കൊടുത്ത്. ഓടോട് ചാവില്ല. അയ്യോ, സ്കെൽട്ടൻ ഓടോട് നിൽക്കും. എവിടെ നിൽക്കണം? ഓട്ടം ചത്തി. ഇപ്പം നേരം കൊടുക്കും. ഒരാളും കൂടെ കിടക്കണം തോന്നുന്നു. അയ്യോ, ഓട്. സ്പൈഡർമാനൊക്കെ വേറെ പണിക്ക് പോയിക്കൂടെ. അടുത്തത് എൻ്റെ പൊന്നെ ഉറച്ച ഗൈസ്. ആരുടെ ബേസ്? ഈ ബേസ് ഞാൻ എവിടെയോ ഈ ബേസ് കണ്ടിട്ടുണ്ടല്ലോ. ഗൈസ്, നമ്മുടെ NXTൻ്റെ RS ബ്രോൻ്റെ ബേസാണ്. അവസാനം ബേസ് ഇട്ട് ക്രീപ്പർ പൊട്ടിത്തെറിക്കില്ല. ഓടോ. ശരി എന്നാ. ബെസ്റ്റ് കയറിയതും നമ്മൾ ഫസ്റ്റ് മരണമായിട്ടുണ്ട്. എന്തായാലും മറ്റേ ബാക്ക് പ്ലഗിനുള്ള കൊണ്ട് ഞാൻ അങ്ങോട്ട് അധികം നടക്കണ്ട. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ ടെലിപ്പോർട്ട് ആയിക്കോളൂ അങ്ങോട്ട്. വെയിറ്റ് ചെയ്യാൻ സുഖമല്ല. എന്താ ചെസ്റ്റ് കിട്ടിയിരിക്കുന്നു. ചെസ്റ്റ് കിട്ടി ലൂട്ടും കിട്ടി. അപ്പം നമുക്ക് നേരെ അവന്മാരുടെ ബേസ് ഇവിടെ അതേ ഇരിക്കുന്നു. ബേസിൻ്റെ ഉള്ളിലോട്ടാണ് കയറിച്ചല്ല. RS മോനെ ഇറങ്ങി വാടാ. RS മോനെ NXT മോനെ. ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. സോറി, ഫുഡൊന്നും ഇല്ല. ഫുഡ് വല്ലതും എടുത്ത് വെച്ചേക്കണം. അതേ ഇരിക്കുന്നത് കുറേ വെയിറ്റ്. താങ്ക് യുടാ. ഒരു വിശന്ന് പറഞ്ഞ് പാവപ്പെട്ടവരോട് ഒന്ന് ചോദിക്കുമ്പോൾ ഒരു നേരത്തെ ഫുഡ് തരാൻ പറ്റൂലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് അതിനൊക്കെ പേര് പറഞ്ഞതിനകത്തിരിക്കുന്നത്? റൂട്ട് ബോസ് ഇരിക്കുക. നീ കൊള്ളാത്ത കഴിവുകേറികൾ. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ഗൈസ്, ദേണ്ടോമാരുടെ ലൂട്ടൊക്കെ കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഗൈസ്, പേരുണ്ടോ? എന്തിന് ഒരു ഭാർഗവനുള്ളപ്പോൾ വേറൊരു ഭാർഗവൻ 4.0 3 ആണോ 4 ആണോ ഏതാണോ? 3.0 ആണെന്ന് തോന്നുന്നു. 3.0 ഞാൻ വേണ്ടേ അപ്പോൾ ഇവർക്ക്. എന്തൊരു കഷ്ടമെന്ന് ആലോചിക്കുക. ഇവിടെ ഒരു ഭാർഗവൻ 3.0 ഉണ്ടല്ലോ. അപ്പോൾ 2.0 എവിടെയെങ്കിലും ഉണ്ടോ? ഇനി ഇതിനൊരു 2.0 അല്ല. മടങ്ങിന്ന് വാങ്ങിക്കാൻ നോക്കുന്നില്ല. അതിന് കൊല്ലിനെ മടങ്ങിന്ന് പറയാം. നമുക്കെന്തായാലും ഇവിടെ ചെസ്റ്റൊക്കെ തുറക്കാൻ പറ്റും. എല്ലാം ഒന്ന് ക്ലൈം ചെയ്ത് പോയിക്കാണല്ലോ. ഇവനൊക്കെ എന്താ കൈ കിട്ടിയാൽ ഞാൻ ചുറ്റുപാടുകൾ അറിയും. ഇത്ര വില്ലേജോ മാരുടെ ബേസല്ലേ. ഇത് എല്ലാം ക്ലൈം ചെയ്ത് വെച്ചേക്കാണല്ലോ. ഒരു സ്ഥലത്തും ഇല്ല നല്ല സാധനം. ഫുഡാണ് വിശന്നിട്ട് വയ്യാടാ. 2 ഉണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടായാൽ മതി. ബെസ്റ്റ് ശൂന്യാകാശം. ബ്ലാക്ക് ഹോൾ ആവാൻ ഞാൻ ബാക്കി.
ആ, ഉം, ഉം, ആ, ആ. ഏയ് ഇല്ല ഗൈസ് ഇല്ല ഗൈസ്, നമ്മൾ ആ പരിപാടി ചെയ്യില്ല. നമ്മൾ പറഞ്ഞാൽ വാക്കുമായിരിക്കും, അതുകൊണ്ട് നമ്മളൊന്നും ആ പരിപാടി ചെയ്യില്ല. അല്ല RS പറഞ്ഞാൽ പിന്നെ ഒരു കൈ നോക്കാം. അപ്പോൾ ഗൈസ് എന്താ അടിച്ചു പോയാലോ കൂടെ. ഇല്ല ഗൈസ്, നമുക്ക് നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. എനിക്കറിയാം ചെറിയൊരു വീഡിയോ ആയിരുന്നു, കാരണം ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ NXT RS അടുത്ത വീഡിയോ കൂട്ടുന്നത് കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.